അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ക്രിസ്താബ്ദം 613. മക്കയിലെ സഫാ കുന്നിൻ മുകളിൽ നിന്ന് അബൂലഹബ് അട്ടഹസിച്ചു. തബ്ബല്ലക് അലിഹാദ ജമാന, എടാ മുഹമ്മദേ നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചു ചേർത്തത്? ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, ആദരണീയരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്ന് വരെയും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശനങ്ങളെ അതിജീവിച്ച പ്രവാചകൻ. തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് ഖുർആൻ 68-ാം അധ്യായം 4-ാം വചനത്തിലൂടെ പരിചയപ്പെടുത്തിയ പ്രവാചകനെ ആ കാലഘട്ടം തൊട്ട് തന്നെ വിമർശിക്കാനുള്ള കാരണം എന്തായിരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? മക്കക്കാരുടെ ഇടയിലെ അല്ലമീനായിരുന്ന മുഹമ്മദ് അവരുടെ വിഗ്രഹാരാധന എതിർത്തുകൊണ്ട് ഏകദൈവാരാധനയിലേക്ക് പ്രബോധനം തുടങ്ങിയപ്പോഴാണ് പ്രവാചകന് നേരെ ആദ്യമായി വിമർശനം ആരംഭിച്ചത്. പ്രവാചകൻ സുജൂദിലായിരിക്കുമ്പോൾ തലയുയർത്താൻ പറ്റാത്ത വിധം ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ വലിച്ചു കൊണ്ടുവന്നിട്ടു. പോകുന്ന വഴികളിലെല്ലാം ആക്രമണങ്ങൾ തുടർന്നു. പ്രവാചകന്റെ ആൺമക്കൾ മരിച്ചപ്പോൾ വാലറ്റവൻ എന്ന് വിളിച്ചു പരിഹസിച്ചു. പക്ഷേ ആദർശം ദിനേനയെന്നോണം വ്യാപിച്ചു കൊണ്ടിരുന്നു. ശത്രുക്കൾ വിമർശനത്തിന്റെ പുത്തൻ തലകൾ ആലോചിച്ചു തുടങ്ങി. പ്രവാചകൻ ഓതുന്ന വചനങ്ങളെ ഇകഴ്ത്തിക്കാണിക്കാനായി കൊണ്ടുവന്ന സാഹിത്യ സാമ്രാട്ട് വലീദ് ഇബ്നു മുഗീറ, പ്രവാചകന്റെ തലയെടുക്കാനായി വാളെടുത്ത് പുറപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂ സുഫിയാൻ, സുമാമ, ഇവരെല്ലാം പിന്നീട് പ്രവാചകന്റെ അനുയായികളായി മാറി. അതെ, ജാഹിലിയത്തിന്റെ പടുകുഴിയിൽ മദ്യവും യുദ്ധവും മാദകലഹരിയിലും ജീവിതം ഭോഗിച്ചിരുന്ന ഒരു സമൂഹത്തോട് തൊഴിലാളിയുടെ ദേഹത്തെ വിയർപ്പുവറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച, ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും ഈ വിരലുകൾ അടുത്തു നിൽക്കുന്നത് പോലെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പഠിപ്പിച്ച, അടിമച്ചന്തയിലെ കറുത്തവനായ ബിലാലിനോട് സ്വർഗത്തിൽ നിന്റെ കാലടി ശബ്ദം കേൾക്കുന്നു ബിലാൽ എന്ന് പറയാൻ മാത്രം ബിലാലിനെ വളർത്തിയ പ്രവാചകൻ, ആ ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ച അബൂദറിനോട് താങ്കളിൽ ഇസ്ലാം പൂർണ്ണമല്ല അബൂദർ എന്ന് പറഞ്ഞ് ജാതിയുടെയും നിറത്തിൻ്റെയും ചിന്തകൾ പിഴുതെറിഞ്ഞ വിശ്വാചാര്യൻ, ദ മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക് പേഴ്സണാലിറ്റി എന്നീ ലോകം വാഴ്ത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, അന്ന് പ്രവാചകൻ ജീവിച്ചിരുന്ന ജീവിതം തന്നെയായിരുന്നു വിമർശകർക്കുള്ള മറുപടി. എന്നാൽ ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആരാണ് നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? പ്രവാചകൻ നമുക്ക് ആരാണ്? പണ്ഡിത വേഷധാരികൾ പടച്ചുവിടുന്ന കള്ളക്കഥകളും പക്ഷിപ്പാട്ടുകളും മാലപ്പാട്ടുകളുമായി ഇന്ന് സമൂഹത്തെ ഖുർആനിൽ നിന്നും യഥാർത്ഥ പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നവർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സ്വതന്ത്ര സ്വവർഗ ലൈംഗികതയും വർണ്ണവരിയും ഉദ്ഘോഷിക്കുന്നവർ ഇന്നും തങ്ങളുടെ ടെലിസ്കോപ്പുകൾ 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകനിലേക്ക് തിരിച്ചു വെക്കുന്നു. അവിടെ വിശ്വസ്തനെന്ന് സമൂഹം വിളിച്ച അയൽക്കാരനുണ്ട്. പ്രിയതമയോടൊപ്പം ഓട്ടമത്സരം നടത്തിയ പേരക്കുട്ടികളെ പുറത്തിരുത്തി ആന കളിപ്പിച്ച കൂട്ടുകാരനുണ്ട്. അവിടെ അജ്ഞതയുടെ ഇടനാഴികളിൽ നിന്ന് അന്വേഷണത്തിന് ലോകത്തേക്ക് ജനപദങ്ങളെ നയിച്ച ഒരു നവോത്ഥാന നായകനുണ്ട്. അവിടെ മാനവ ചരിത്രത്തിൽ അദ്ദേഹത്തെക്കാൾ മഹാനായ മറ്റാരുണ്ടെന്ന് ലാമാട്ടിൻ ചോദിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മരതിയും ഇൻസെസ്റ്റും ലിബറലിസവും പുരോഗമനത്തിന്റെ സൂചികയായി വാദിക്കുന്നവർ സിനിമയിലൂടെയും കാർട്ടൂണിലൂടെയും പടച്ചുവിടുന്ന പ്രവാചക വിമർശനങ്ങളോട് നാം എന്തു നിലപാട് സ്വീകരിച്ചു? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ആരും തന്നെ വിശ്വാസികളാകുകയില്ല ഞാൻ നിങ്ങളെക്കാൾ പ്രിയപ്പെട്ടവനാകുന്നത് വരെ. ഖുർആൻ പറയുന്നു, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാഹ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുമതിയോടെ അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല. ഇവിടെ നാം എത്രമാത്രം പ്രവാചകനെ അനുധാവനം ചെയ്തു. ചെരുപ്പ് ധരിക്കുന്നത് മുതൽ നടത്തത്തിൽ, അങ്ങാടിയിൽ, പള്ളിയിൽ, ഇതര മതസ്ഥരോട്, മതാചാരങ്ങളോട് എന്നിങ്ങനെ ഓരോന്നിലും മാതൃകയുള്ള പ്രവാചകനെ സ്വീകരിച്ച് ജീവിച്ച് കാണിക്കലാണ് ഈ കാലഘട്ടത്തിലെ വിമർശകർക്കുള്ള മറുപടി. അതിന് പ്രമാണങ്ങൾ പഠിക്കാൻ നാം തയ്യാറാകണം. വിമർശനങ്ങളെ അതിജയിക്കുന്ന ഒരു സമൂഹമായി മാറാൻ നാഥൻ തുണക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.